ബഹ്റൈനിലെ ഉൾക്കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എങ്ങോട്ട് പോകുമെന്നറിയില്ല, ചുമ്മാ പോവുക, വണ്ടി ഓടിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. രക്ഷയില്ലാതെയാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത്. നമ്മളങ്ങനെ വണ്ടി ഓടിച്ച് ഇവിടെ എത്തി. ദിൽമുനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇവിടെ ഒരു വലിയ മോളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞറിഞ്ഞത്. അപ്പോൾ അതിൽ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു വന്നാൽ. വളരെ സൈലൻ്റാണ് ഇപ്പം. വലിയ അനക്കമൊന്നുമില്ല, റോഡിലൊന്നും ആൾക്കാരൊന്നുമില്ല. രാവിലെ ആയിട്ടായിരിക്കാം. നമ്മളങ്ങനെ ദിൽമുനിയയുടെ പാർക്കിങ് വന്നു. ഇത് നമ്മുടെ വണ്ടി ഫോർച്യൂണർ. പാർക്കിങ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന B1 പാർക്കിങ്ങിലാണ്. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എടുക്കാൻ തോന്നിയതിൻ്റെ കാരണം പാർക്കിങ്ങിൻ്റെ ഒക്കെ ആ ഒരു ശരിക്കുള്ള ആ ഒരു ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ, വരച്ച് നീറ്റ് പെർഫെക്റ്റ് ആക്കി. ഞാൻ ഒരു മോളിലും നമ്മുടെ നാട്ടിൽ സൗദി അറേബ്യ കണ്ടിട്ടില്ല ഇത്രയും പെർഫെക്റ്റ് സ്ട്രക്ചറിൽ ഒരു പെയിൻ്റ് അടിച്ച് ഇങ്ങനെ ഇത്രയും മനോഹരമായിട്ട് ഒരു പാർക്കിങ്ങിനെ വെച്ചിരിക്കുന്നത്. ഇവ ലുലു പോലും കൊച്ചി ചെന്ന് കഴിഞ്ഞാൽ ഇത്രയും മനോഹരമല്ല. ഇത് എപ്പോക്സി പെയിൻ്റൊക്കെ അടിച്ച് നല്ല പെർഫെക്റ്റ് ആക്കി ഇട്ടിരിക്കുന്നത്. കൊള്ളാം. ഇത് അനുകരിക്കേണ്ട സംഭവം തന്നെ. ഇതിൻ്റെ ഔട്ട്സൈഡ് വ്യൂ ആണ് ദിൽമുനിയ. വന്നത് സത്യത്തിൽ ഈ ഒരു അക്വേറിയം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നത് ദിൽമുനിയയിൽ. ഇത് നമ്മുടെ ജദ്ദ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇതുപോലെ ഇതിലും വലിയൊരു അക്വേറിയം ഉണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ ഈ ഹൈറ്റിൽ. ഇത് മേലോട്ടുണ്ടെന്ന് അറിയില്ല. ബട്ട് ജദ്ദ ഇൻ്റർനാഷണൽ എയർപോർട്ടിലുള്ള അക്വേറിയം ഇതിലും ഭയങ്കര ഗ്രാൻഡാണ്, ഭയങ്കര വലുതാണ്. ഇതിനകത്ത് നമ്മൾ വലിയ മീനെ ഒന്നും കണ്ടിട്ടില്ല, എല്ലാം ചെറിയ ചെറിയ മീനുകളാണ്. നമ്മളങ്ങനെ ലിഫ്റ്റിന് വേണ്ടി ഇവിടെ ഇതിനകത്ത് ഇങ്ങനെ നിൽക്കുക, താഴെ അക്വേറിയത്തിലോട്ടൊന്ന് പോകാൻ വേണ്ടി. അപ്പം വളരെ ശാന്തമായ ഒരു ഏരിയയാണ് ഇപ്പോൾ. ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം, ഈദിൻ്റെ ഫസ്റ്റ് ഡേ അല്ലേ ബഹ്റൈനിൽ. അപ്പം അങ്ങോട്ട് ഉണർന്നിട്ടില്ല. നമ്മൾക്ക് ഇതിൽ ഈ വീഡിയോ കൂടെ കാണാൻ ലിഫ്റ്റ് ഞാൻ കയറിയിട്ട് നേരെ ഔട്ട് സൈഡിലോട്ട് നോക്കിയാൽ ബീച്ചാണ് കാണുന്നത്. നല്ല രസമുണ്ട്. ഇതൊരു പുതിയൊരു ടൗൺഷിപ്പാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇത് ടോട്ടല് 3 ഫ്ലോറേ ഉള്ളൂ. അതൊക്കെ അങ്ങോട്ടൊക്കെ നോക്കിയാൽ മനസ്സിലാകും കടൽ നികത്തി അവർ സെറ്റാക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങൾ. ഇതൊക്കെ നേരത്തെ കടലായിരുന്നെന്ന് ഉറപ്പായിട്ടും പറയാം. എല്ലാം ഇപ്പോൾ ഒരു പണിതിരിക്കുന്നതാണ്, ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന സംഭവം തന്നെ. ഇത് അക്വേറിയത്തിൻ്റെ മേൽവശമാണ്. ഇതിനകത്തോട്ട് ആൾക്കാർ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ക്ലീനിങ് നടക്കുകയാണ്. ബഹ്റൈൻസ് ഫസ്റ്റ് അക്വേറിയം എന്നാണ് ഇവിടെ എഴുതി കാണിക്കുന്നത്, മോൾ ഓഫ് ദിൽമുനിയ. മുമ്പേ മേളിൽ 3rd ഫ്ലോറിൽ കണ്ടതും ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടതുമായ ആ അക്വേറിയത്തിൻ്റെ 2nd ഫ്ലോറിലെ ഒരു ലുക്കാണിത്. ഈ മോളിൽ ഈ ഒരു അക്വേറിയേ ഉള്ളൂ പറയാനായിട്ട് അടിപൊളി സംഭവം. വേറൊന്നും കാര്യമായിട്ടില്ല. ഇത് കാണാൻ വേണ്ടി ആൾക്കാർ വരുന്നു. പിന്നെ എന്തെങ്കിലും ഷോപ്പിങ്ങിനൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവം കാണുമായിരിക്കും. പക്ഷെ കുറേ ഈ ഭാഗമൊക്കെ അടഞ്ഞു കിടക്കുക. നമ്മളിപ്പോൾ റിയാദിലുള്ള നമ്മുടെ കുറേ ഫാമിലികളെ കണ്ടു താഴെ. അവർ 21 പേരോളം ഉണ്ട്. അവരിപ്പോൾ ഇന്ന് തിരികെ പോകാമെന്ന് പറഞ്ഞു. എനിക്ക് ഓവറോൾ ഈ ദിൽമുനിയ എന്ന് പറഞ്ഞ മോളിൽ വന്നപ്പോൾ ഫീൽ ചെയ്തത് ആരും ഇല്ല ഇവിടെ, അനക്കമില്ല. ഒരുമാതിരി ചത്ത മോളുമാതിരി ഉണ്ട്. ഇവിടുത്തെ കോഫി ഷോപ്പിലെയൊക്കെ റേറ്റ് നോക്കിയാൽ ഓൾമോസ്റ്റ് നമ്മുടെ സൗദി അറേബ്യയിലെ പ്രൈസൊക്കെ തന്നെയാണ്. ഒരു കപ്പുച്ചിനോയ്ക്ക് 15 റിയാൽ 20 റിയാൽ. ഇവിടെ 1.5 അങ്ങനെയൊക്കെയുള്ള റേറ്റാണ്. 1.5 ബീഡി അങ്ങനെ.
ഒന്നുമില്ല ഇവിടെ. എല്ലാം വളരെ സൈലൻ്റായിട്ട് കിടക്കുന്ന ഒരു മോൾ പോലും. ഇത്രയും വിശാലമായിട്ട് ഉണ്ടാക്കിയിട്ടിട്ട് സംഭവം ഇനിയും പുതിയതായിട്ടാണോ ഇങ്ങനെയെന്ന് അറിയില്ല. ഇതിൻ്റെ മേൽവശം ഇതൊക്കെ കണ്ടോ, നല്ല രസമുണ്ട് ഒരു പണിതിരിക്കുന്നത് സംഭവം. കഴിഞ്ഞ് ഇവിടുന്ന് നമ്മൾ ഇറങ്ങുവാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാം. ഇവിടെ വന്നാൽ കാണാനുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ഇങ്ങനെ ഷിപ്പിലൊക്കെ കയറി പോയിട്ട് ഈ വാട്ടർ സ്പോർട്സൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് സ്ഥലമുണ്ട്. പിന്നെ ലോസ്റ്റ് പാരഡൈസ് എന്ന് പറഞ്ഞ ഒരു വാട്ടർ തീം പാർക്കുണ്ട്. പിന്നെ ഇതുപോലെ കുറച്ച് ഷോപ്പിംഗ് ഏരിയയിൽ അതും ഇതും, പിന്നെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ബാറ് അങ്ങനെയൊക്കെയുള്ള പബ്ബ് അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് എൻജോയ് ചെയ്യാം. മെയിനായിട്ട് അതാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ദിൽമുനിയോട് വിട പറഞ്ഞിട്ട് ഇവിടുന്ന് ഞങ്ങൾ നീങ്ങുകയാണ്. ഇനി വരുമ്പോൾ കാണാം.